ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു പുതിയൊരു വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ഞാൻ ഫലൂദ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് കാണിച്ചു തരാം. ഞാൻ വലിയ കുക്കും കാര്യമൊന്നുമല്ല. അപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഒന്ന് പഠിച്ചു. അപ്പോൾ ഞാനത് ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫലൂദ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഫസ്റ്റായിട്ട് വേണ്ടത് സേമിയാണ്. സേമിയ അല്ലെങ്കിൽ വെർമിസെല്ലി എന്ന് പറയും. സേമിയ വേണം, പിന്നെ ബ്ലാക്ക് കസ്കസ് വേണം, പിന്നെ സാഗോ റൈസ് വേണം, മിൽക്ക് വേണം, മിൽക്ക് പൗഡർ വേണം, കണ്ടൻസ്ഡ് മിൽക്ക് വേണം, പിന്നെ വേണ്ടത് ഹെർഷീസിൻ്റെ സ്ട്രോബെറി സിറപ്പ് ഉണ്ട്, അത് വേണം. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ വേണ്ടത്. അത് നല്ല പഴുത്ത ബനാന വേണം, പിന്നെ ആപ്പിള്, പൊമഗ്രാനേറ്റ്, പിന്നെ വേണ്ടത് നമ്മുടെ ഇഷ്ടാനുസരണം ഫ്രൂട്ട്സ് ഇടാം. നമുക്ക് ഫ്രൂട്ട്സ് ചൂസ് ചെയ്യുമ്പോൾ പപ്പായ, ഓറഞ്ച്, അതേപോലെ പൈനാപ്പിൾ, ഈ വക ഫ്രൂട്ട്സ് നമ്മളൊന്ന് ഒഴിവാക്കുകയാണെങ്കിൽ ബെറ്ററാണ്. അത് ചിലപ്പോൾ ഉണ്ടാക്കി മേക്ക് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അത് ചെറിയൊരു കയ്പ്പ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുകയാണ് നല്ലത്. നമുക്ക് ഇഷ്ടാനുസരണം ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്കിത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഐസ്ക്രീം ഉണ്ടെങ്കിൽ ബെറ്ററാണ്. ഐസ്ക്രീം സ്കൂപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡെലീഷ്യസ് ആവും. അപ്പോൾ ആ ഒരു സംഭവം കൂടി നമ്മൾ ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ സൂപ്പറാവും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ ഒരു കപ്പിൽ സേമിയ എടുത്തിട്ട് കുറച്ച് ഷുഗർ, 2 ടേബിൾ സ്പൂൺ ഷുഗർ കുറച്ച് വെള്ളത്തിൽ ആഡ് ചെയ്തിട്ട് ഈ സേമിയ അതിലിട്ടിട്ട് വേവിച്ചെടുക്കുക. അത് എന്നിട്ട് സേമിയ മാറ്റി വയ്ക്കുക. അതിന് ശേഷം ആ സെയിം വെള്ളം ഊറ്റിയെടുത്തിട്ട് സാഗോ റൈസ് അല്ലെങ്കിൽ ചൗരി റൈസ്, അങ്ങനെ എന്തോ ഒരു നെയിം ഉണ്ട് അതിന്, അതെടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ, ആ സെയിം വെള്ളത്തിൽ ഷുഗർ ആഡ് ചെയ്തിട്ടുള്ള വെള്ളത്തിൽ തന്നെ നമ്മൾ ഈ സാഗോ റൈസും വേവിച്ചെടുക്കുക. അതിന് ശേഷം ഒരു ബൗളിൽ 2 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ടിട്ട് അതിൽ വെള്ളം മിക്സ് ചെയ്ത് അതിൽ ബ്ലാക്ക് കസ്കസ് ഇട്ടിട്ട് അതും ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മൾ 2 പഴുത്ത ബനാന വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊരു ബനാന എടുത്തിട്ട് അത് അരിഞ്ഞ് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. ഈ അടിച്ചെടുത്ത ബനാനയും പിന്നെ 1 കപ്പ് മിൽക്ക് പൗഡർ, 1 കപ്പ് മിൽക്ക്, പിന്നെ നമ്മൾ മേടിച്ചിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക്, പിന്നെ നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുള്ള ഈ ബനാനയും കൂടി മിക്സ് ചെയ്യുക. നന്നായിട്ട് ഈ ഒരു പാനിലിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. മിക്സ് ചെയ്ത് നന്നായി ഇളക്കി നന്നായി മിക്സ് ആയതിന് ശേഷം നമ്മൾ സ്റ്റൗവ് കത്തിക്കണം. സ്റ്റൗവ് കത്തിച്ചിട്ട് നമ്മളത് തിളയ്ക്കാൻ പാടില്ല. ഒരു മീഡിയം ബ്ലോയിലിട്ടിട്ട് തിളയ്ക്കാത്ത രീതിയിൽ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. അല്ലെങ്കിൽ അതിനെ മിൽക്കൊക്കെ അതുകൊണ്ട് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇപ്പോൾ ഫലൂഡയ്ക്ക് വേണ്ട ക്രീം റെഡിയാക്കി കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സാഗോ റൈസ്, അതേപോലെ വേവിച്ച് വെച്ചിട്ടുള്ള സേമിയ, അതേപോലെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള ബ്ലാക്ക് കസ്കസ് 3 റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്രീം റെഡി ആയതിനു ശേഷം അത് ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മേടിച്ച് വെച്ചിട്ടുള്ള ഹെർഷീസിൻ്റെ സ്ട്രോബെറി സിറപ്പ് അതിലേക്ക് ആഡ് ഓൺ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഓരോരുത്തരുടെയും ടേസ്റ്റ് വ്യത്യാസമാണ്. അപ്പോൾ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ക്വാണ്ടിറ്റി നമുക്ക് ചൂസ് ചെയ്യാം. നമുക്ക് എത്ര ഒഴിക്കണം എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഹെർഷീസിൻ്റെ സ്ട്രോബെറി സിറപ്പ് ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. അത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അതിലേക്ക് ആഡ് ഓൺ ചെയ്യാണ്. സേമിയ ആദ്യം തന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സേമിയ അതിലേക്ക് ആവശ്യത്തിന് ആഡ് ഓൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. സേമിയ ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം സാഗോ റൈസ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്, അതെടുത്തിട്ട് അതിലേക്ക് ഇടാൻ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഇടേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടാവും. ഞാൻ ആപ്പിളാണ് എടുത്തിട്ടുള്ളത്. ഒരു ആപ്പിൾ എടുത്തിട്ട് അത് ഒന്ന് കട്ട് ചെയ്തിട്ട് അതിലിട്ട് മിക്സ് ചെയ്തു. അതേപോലെ ഒരു പൊമഗ്രാനേറ്റ് എടുത്തിട്ട് അതും അതിലിട്ടിട്ട് മിക്സ് ചെയ്തു.
പിന്നെ നമ്മൾ ബ്ലാക്ക് കസ്കസ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ, ഷുഗർ ആഡ് ചെയ്തിട്ടുള്ള വെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഓക്കെ ആയിട്ടുണ്ട്. അതും ആവശ്യാനുസരണം ഇട്ടിട്ട് നന്നായി ഇളക്കിയെടുക്കുക. നമ്മുടെ ഫലൂഡ ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഫലൂഡ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അത് നമ്മൾ ഒന്ന് തണുപ്പിക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ലതാണ്. ഒന്ന് നന്നായി തണുത്തതിന് ശേഷം മാത്രം നമ്മൾ അത് സെർവ് ചെയ്യുക, കഴിക്കുക. അപ്പോൾ എല്ലാം റെഡി ആയതിന് ശേഷം നമ്മൾ അല്പനേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പുറത്തേക്ക് എടുക്കുക. ഇപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്രിഡ്ജിൽ വെച്ച് പുറത്തേക്ക് എടുത്തു. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ഐസ്ക്രീം ഇടുകയാണ്. ഐസ്ക്രീം ഇട്ടു. അതിന് ശേഷം നമ്മൾ കുറച്ച് ബ്ലാക്ക് കസ്കസ്, പിന്നെ നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ ഇട്ടിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫലൂഡ റെഡി. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുക. എന്നിട്ട് കമൻസും ഒക്കെ അടിയിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.